അപ്പോൾ നമ്മുടെ കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെയും വർക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിലും work ഒരേ ചെയ്യാം. പ്രോസസ്സാണ്. ഒരേ പ്രോസസ്സാണ്. ഇതുവരെ കേൾക്കാത്തൊരു കോൺസെപ്റ്റാണ് ലോജിസ്റ്റിക്സിന്റെ ഒരു ഡാറ്റ അനലിറ്റിക്സ് ഒരു ഡാറ്റ സയൻസിന്റെ ഒരു കോൺസെപ്റ്റ് ഇന്റിഗ്രേറ്റ് ചെയ്യുന്ന കേട്ടിട്ടുള്ളത്. ഈ സംഗതി ഇപ്പൊ വലിയ MNC കമ്പനികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നമ്പേഴ്സ് ട്രെയിനേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ സാർ അവർക്ക് എങ്ങനെ ഒരു റൈറ്റ് സെലക്ഷൻ നടത്താൻ പറ്റും സാറിൻ്റെ ഒരു സജഷൻസ്? ഹായ്, ദ മെന്റേഴ്സ് മൈക്കിന്റെ വേറൊരു സെഷനിലേക്ക് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണെന്നാണ് മലയാളിക്ക് കൂടുതൽ അറിയാവുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഭൂഗോളത്തിന്റെ സ്പന്ദനം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലാണ്. കാര്യം ലോജിസ്റ്റിക്സ് ആൻഡ് SCM ഇല്ലാതെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഒരു ഇണക്കില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഭാസ്കർ സാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സോ നമുക്ക് ഭാസ്കർ സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു സർ. ഇന്നത്തെ ദിവസം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ സംസാരിക്കാൻ നമ്മളുള്ളത്. സോ സാർ, എന്താണ് ഈ ഇൻഡസ്ട്രി ആക്ച്വലി? കാര്യം നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ആസ് എൻ എക്സ്പേർട്ട് സാറിന് എന്താണ് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാനുള്ളത്? ഈ ഇൻഡസ്ട്രി ഒരു വാസ്റ്റാണ്, വളരെ വലുപ്പമുള്ളതാണ്. ഓക്കെ. ഈ സാധനം ലോകത്തിൽ തന്നെ എവിടെ ചെന്നാലും ഇത് അവൈലബിളാണ്. ഞാൻ സിമ്പിളായിട്ട് ഒത്തിരി എക്സാമ്പിൾ ഈ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിനിനെ കുറിച്ച് ഒന്ന് പറയാം. ഓക്കെ സർ. വളരെ ലളിതമായിട്ട് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ. ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുണ്ട്. എന്റെ ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സിമ്പിളായിട്ട് ലോജിസ്റ്റിക്സ് എന്താണ്, അത് എങ്ങനെയാ വരും തലമുറയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാനൊരു പറഞ്ഞുതരാം. ഓക്കെ. ഇപ്പൊ നമ്മൾ കാണാവുന്ന സകല ഇപ്പൊ ലോക്കലായിട്ട് നമ്മൾ ഒരു കടയിലേക്ക് ചെന്ന ഒരു സാധനം ആവശ്യം, ഇപ്പൊ പേസ്റ്റ് ആവാം, ബ്രഷ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, നിത്യോപക സാധനം, ഇത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരു കടയിലേക്ക് കയറും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ചോയ്സ് എന്ന വണ്ണം ഒത്തിരി പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. ഒരേ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് കാണാം, മറ്റുള്ള ബ്രാൻഡൊക്കെ കാണാം. അപ്പൊ എന്റെ ചോയ്സിന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യും. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഉപയോഗത്തിനായി കൊണ്ടുവരും. ലോജിസ്റ്റിക്സ് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അയാൾ അവിടെ നിന്ന് നോക്കും, ഈ പ്രോഡക്റ്റ് പലതരത്തിലുണ്ടല്ലോ, ഇതെങ്ങനെയാ അവിടെ ഒരു ചെറിയ കടയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അതൊരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റിയിലൂടെയാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഈ സാധനം നമ്മൾ വ്യാഖ്യാനിച്ച് പറയാൻ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് ഈ ലോജിസ്റ്റിക്സിനെ കുറിച്ച് വ്യാഖ്യാനിച്ച് പറയുമ്പം ആദ്യം മുതൽ ഇതിന്റെ ഉത്ഭവം നമ്മൾ നോക്കണം. ഈ ഒരു കമ്പനി അത് എന്താണോ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് മുതൽ, അതിനെയാണ് നമ്മൾ സപ്ലയറുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വെണ്ടറുടെ കോൺസെപ്റ്റ് എന്ന് വ്യാഖ്യാനിക്കുന്നത്. അവരിൽ നിന്നും നമ്മൾ ഈ സാധനം മേടിച്ച് കമ്പനി ഉൽപ്പാദിപ്പിച്ച ശേഷം അത് മാർക്കറ്റിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കോൺസെപ്റ്റിനെ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അടങ്ങിയിട്ടുണ്ട്, ലോജിസ്റ്റിക്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് സാർ, അപ്പോൾ ഒരു ചെറിയ കമ്പനി ആകുമ്പോഴത്തേക്കും മേ ബി കേരളത്തിലുള്ള ഒരു കമ്പനി ആകുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. പക്ഷേ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തിലും ഒരേപോലെ തന്നെ വർക്ക് ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു വിദ്യാർത്ഥി ഒരു 10th കഴിഞ്ഞതോ അല്ലെങ്കിൽ 12th കഴിഞ്ഞതോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞതോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞതോ ഈ കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ലോജിസ്റ്റിക്സിനോടോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനോടോ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കേരളത്തിൽ പഠിക്കുന്നതാവട്ടെ ഇന്ത്യയിൽ പഠിക്കുന്നതാവട്ടെ ഇതേ ആക്ടിവിറ്റീസും ഇതേ പ്രൊസീജറും അടങ്ങുന്നതാണ് ലോകത്തിലെ ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെയും വർക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഒരേ പ്രോസസ്സാണ്. ഇതിനൊരു മാറ്റമൊന്നുമില്ല. അടിസ്ഥാനപരമായി പല പുതിയ ടെക്നോളജി വന്നതുകൊണ്ട് അവിടെ ടെക്നോളജി അറിയുന്ന ഒരു ലൊജിസ്റ്റീഷ്യനെ പിന്നീട് മാർക്കറ്റിലേക്ക് ആവശ്യം വരും. അത് മനസ്സിലാക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡും കൂടെ. സാർ, അപ്പോൾ ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക്സിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് നമ്മുടെ കോവിഡിന് ശേഷമാണ്. കോവിഡിന് ശേഷം എല്ലാവരും കേട്ടു തുടങ്ങിയ കാര്യം ഇപ്പോൾ ട്രെയിനിങ്ങിലായാലും എല്ലാത്തിലായാലും കുട്ടികൾ കേട്ടു തുടങ്ങിയത് ആഫ്റ്റർ കോവിഡാണ്. അപ്പോൾ സാർ, ഈ കോവിഡിന് ശേഷമാണോ ഈ മേഖലയിൽ ഇത്രയും ഒരു ബൂം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് മുമ്പേ ഇത് ഉണ്ടായിരുന്നു? കാര്യം അത് എന്തുകൊണ്ടാണ് കോവിഡിന് ശേഷം മാത്രം ഇത്രയും കേട്ടറിവ് വന്നതെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെന്താ ഞാൻ പറഞ്ഞുതരാം. കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ 4 ചുമരിനകത്ത് പിടിച്ചിരുത്തി. പക്ഷെ അവിടെയും
പ്രോഡക്റ്റുകൾ വീടുകളിലേക്ക് എത്തിക്കാൻ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതെ, അത് ലോജിസ്റ്റിക്സിലൂടെ ചെയ്തത്. ഓക്കെ, മെഡിസിൻസ് ആവട്ടെ, അല്ലെങ്കിൽ നിത്യം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാവട്ടെ, ഇത് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ്, ഞാൻ ആഗ്രഹിക്കുന്ന സാധനം എന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റ് മുഴുവൻ ആരാ? ലോജിസ്റ്റിക്സ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് പിന്നീട്, ഇതിന് ശേഷം കോവിഡ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി കോവിഡിന് ശേഷം ഈ കമേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വളരെയധികം പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, ഓക്കെ, നമ്മൾ അറിയുന്ന ഏറ്റവും എടുത്തറിയുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇവരെല്ലാം എന്ത് കോൺസെപ്റ്റാ ചെയ്യുന്നത്? ഈ കമേഴ്ഷ്യൽ കോൺസെപ്റ്റാ ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടുവാതിൽക്കൽ കൊണ്ടുതരിക. അതിന് പുതിയ ടെക്നിക്കൽ വേർഡും അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ലോജിസ്റ്റിക്സിനെ ലാസ്റ്റ് മൈൽ ഡെലിവറി എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വിളിക്കുന്നുണ്ട്. അത് ഇ കമേഴ്സ് വന്നത് കൊണ്ടാണ്. ഈ ഇ കമേഴ്സ് അല്ലെങ്കിൽ വരില്ല എന്ന് ചോദിച്ചാൽ വരും, പക്ഷെ കോവിഡ് വന്നത് കൊണ്ട് ഇച്ചിരി വേഗതയിൽ വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. പിന്നെ സാർ, ഇതിൽ നമ്മൾ ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന കുറേ കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ട്രെയിനിങ് ആയാലും ഏത് ട്രെയിനർ എടുക്കണം എന്നുള്ളത് വല്ലാത്തൊരു കൺഫ്യൂഷൻ തന്നെ കുട്ടികൾക്ക്. കാര്യം ഇപ്പോൾ ഇത്രയും നമ്പേഴ്സ് ട്രെയിനേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ സാർ അവർക്ക് എങ്ങനെ ഒരു റൈറ്റ് സെലക്ഷൻ നടത്താൻ പറ്റും? സാറിൻ്റെ ഒരു സജഷൻസ്? അല്ല, ഇതിൽ ഞാനൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വളരെ വാലിഡ് പോയിന്റ് ഉണ്ട്. കുട്ടികള് ഏത് കരിയർ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ലോജിസ്റ്റിക്സിലേക്ക് ഒരു കരിയർ വന്ന് ലോക്ക് ചെയ്യണം, അത് ലോക്ക് ചെയ്യണം, എന്റെ ഫ്യൂച്ചറിന് അതിലേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ അവന് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്. എവിടെയാ പോകേണ്ടത്, ആരുടെ കീഴിൽ അത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നിന്ന് അറിവ് മനസ്സിലാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതോ നമ്മുടെ അടുത്ത് ഇപ്പൊ എക്സാമ്പിൾ നോക്കുമ്പം ഈച്ച് ആൻഡ് എവറി കോർണർ ഒരു ബോർഡ് വെച്ചിട്ട് ലോജിസ്റ്റിക്സ് പഠിപ്പിക്കാന്നാ പറയാം. ഇതിനെങ്ങനെ അബദ്ധത്തിൽ അവൻ ചെന്ന് ചാട്ടിയാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇത് വ്യക്തമായിട്ട് അറിയുന്ന ഒരു പ്രൊഫഷണൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിപ്പോ ഒത്തിരി ആൾക്കാർ അബദ്ധത്തിൽ ബുക്ക് നോക്കി പഠിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ലോജിസ്റ്റിക്സിന്റെ പ്രൊഫഷണലായ ട്രെയിനറുടെ കീഴിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണലിന്റെ കീഴിൽ മാത്രമേ ഇത് അഭ്യസിക്കാവൂ. ഇന്ന് അയാൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും. അതും ഞാനിപ്പോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണം, ഇതിനകത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി സംവിധാനം ഉൾപ്പെടുന്ന ഒരു ലോജിസ്റ്റീഷ്യനായി മാറണം. ഈ വരുന്ന തലമുറയ്ക്ക് ഈ സാധനം 100% ഇനി വരുന്നത് ടെക്നോളജിയുടെ കാലങ്ങളാണ്. സപ്ലൈ ചെയിനിനകത്ത് ഒത്തിരി ലോജിസ്റ്റിക്സ് പാർട്ടിലും മാനേജ്മെന്റ് പാർട്ടിലും പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി മാർക്കറ്റിലേക്ക് നടന്നു നീങ്ങാന്നാണ് ഈ കോൺസെപ്റ്റ് ശരിക്കും പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സാർ ടെക്നോളജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പല ലേറ്റസ്റ്റ് ടെക്നോളജീസും അറിയാത്ത കൊണ്ടാണ് പല കുട്ടികൾക്ക് ഇന്ന് ജോലി കിട്ടാത്തതെന്ന് നമുക്കറിയാം. പക്ഷേ സർ, ഈ ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു ടെക്നോളജി ഇന്റഗ്രേഷൻ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? ഇതിപ്പോൾ നമുക്കറിയാം, ഇന്നോവേഷൻസ് ഒത്തിരി വരാറുണ്ട് അല്ലേ? പുതിയ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നമുക്ക് എടുത്തു പറയാവുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ഒത്തിരി ഉണ്ട്. ഇവരുടെ റിക്രൂട്ട്മെന്റ് പാറ്റേൺ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിന് എപ്പോഴും ടെക്നോളജി അറിയണം എന്ന് അവര് മാൻഡറ്ററി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് SAP എന്ന് പറയുന്ന സാധനം. നമുക്കറിയാം, അതൊരു പക്ക ERP ആണ്. ഒരു കമ്പനിക്കകത്ത് ഡേ ടു ഡേ ബേസിസിൽ അവർ ചെയ്യുന്ന സകല ജോലികളും ഉൾപ്പെടുത്തിക്കൊണ്ട് SAPയുടെ പുതിയ ട്രെൻഡായ S/4HANA ഉപയോഗിച്ച് എൻറ്റയർ പ്രോസസ് ആൻഡ് ഓപ്പറേഷൻസ് ആ സപ്ലൈ ചെയിൻ ട്രേഡിംഗ് കമ്പനി ചെയ്യണം. ഇത് അറിയുന്ന ഒരു ലോജിസ്റ്റീഷ്യൻ മാർക്കറ്റിനകത്ത് വേണം. പ്രത്യേകിച്ച് ഒന്ന് SAP, 2 ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് വരും. ഇൻവെന്ററിയെ കൃത്യമായിട്ടും വീക്ഷിക്കാനുള്ള ഒരു സംഭവമാണ്. അത് സപ്ലയർ തലത്തിൽ നിന്നും ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തുന്നവരെ ഈ സാധനം വളരെ ട്രാൻസ്പെറന്റ്. ആദ്യം കയറുന്ന മുതൽ തന്നെ നമുക്ക് കാണാം, ഇത് എത്തുന്നവരെയും നമുക്ക് ഇതിനെ വീക്ഷിക്കാം. ഒരാൾക്കും ഇതിൽ ഇൻ ബിറ്റ്വീൻ കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല. ഈ സംവിധാനം വളരെയധികം എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാൻ പറയുന്നതാണ്, 2026 മിഡോടുകൂടി ഈ സംഗതി എല്ലാം ചെറിയ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വരെ വരാൻ സാധ്യതയുണ്ട്. അതിനെ അനുബന്ധിച്ചു വേണം ഇപ്പൊ പുതിയ വരുന്ന തലമുറയ്ക്ക് ഈ ട്രെൻഡിങ് അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ അറിയുന്ന ഒരു ലോജിസ്റ്റീഷ്യനായി മാറിയാൽ അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും.
ഓക്കെ സർ, പിന്നെ നമ്മുടെ ഇപ്പോൾ പുതിയ സാറിൻ്റെ തന്നെ ഒരു ക്രിയേഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ എന്ന് പറയുന്നത് ഡാറ്റ അനലിറ്റിക്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സർ എന്താണ് ആക്ച്വലി അത് ഇതുവരെ കേൾക്കാത്തൊരു കോൺസെപ്റ്റാണ് ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഡാറ്റ അനലിറ്റിക്സ് ഒരു ഡാറ്റ സയൻസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയെന്ന് കേട്ടിട്ടുള്ളത്. അതെന്തായിരുന്നു സാർ അതിൻ്റെ ആക്ച്വൽ റീസൺ? ഞാൻ അതിനകത്ത് കുറിച്ച് എങ്ങനെയെന്ന് പറയാം. ഡേറ്റ അനലിറ്റിക് സാധാരണ രീതിയിൽ ഞങ്ങളൊക്കെ പ്രൊഫഷണൽസ് മനസ്സിലാക്കിയിരിക്കുന്നത് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ എന്ന് പറയുന്ന സാധനം നിർബന്ധം വേണം. ഓക്കെ, ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കില്ല, റിസർച്ച് ചെയ്യാൻ സാധിക്കില്ല, ഒരു കോൺസെപ്റ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനൊക്കെ ഡേറ്റ നിർബന്ധമായിട്ട് ഏതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസും നിർബന്ധമായിട്ട് അവരുടെ ഡേ ടു ഡേ ബേസിസിൽ ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കും. അതെന്തിനാ? പഠനങ്ങൾക്കാണ്. വരാൻ പോകുന്ന ബിസിനസ് മുൻകൂട്ടി മനസ്സിലാക്കി അതിന്റെ പ്രഡിക്ഷൻ പറയുക എന്നുള്ളതാണ് ഈ ഡേറ്റ വെച്ച് ചെയ്യാറുള്ളത്. ഇപ്പൊ പുതിയ സംവിധാനം അനുസരിച്ച് ഇതൊരു സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇപ്പൊ ഒരു ഓണം വരാൻ പോകുന്നത് നമുക്കറിയാം. എല്ലാം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒത്തിരി വിഗറസ് ആയിട്ട് മാർക്കറ്റിൽ നോക്കി നിൽക്കുന്നത്. ഏത് ബ്രാൻഡ്, ഏത് ട്രെൻഡ്, ഏത് കളർ പാറ്റേൺ, എന്താണ് വിൽക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് സാധാരണ രീതിയിൽ പഴയ കാലത്തെ പ്രൊഫഷണലിന്റെ ഒരു ഗ്രൂപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് റിസർച്ചിന്റെ ഭാഗമായിട്ട് അവർ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, ഇന്ന പാറ്റേൺ വാങ്ങി വിൽക്കൂ, ഇത് കറക്റ്റായിട്ടും ആ സന്ദർഭങ്ങളിൽ വിൽക്കാൻ സാധിക്കുന്നു. പക്ഷെ ഇപ്പൊ ആ സാധനം സിസ്റ്റം പറയും. പുതിയ സംവിധാനത്തിൽ ഡേറ്റ അനലിറ്റിക് പറയും. അതാ ഞാൻ പൈത്തൺ പോലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി വരാൻ പോകുന്ന ബിസിനസ് എന്താണെന്ന് വ്യക്തമായി പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സംഗതി ഇപ്പൊ വലിയ MNC കമ്പനികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രെൻഡും ഇപ്പൊ വരുന്ന പുതിയ തലമുറയ്ക്ക് വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലൊരു വേറൊരു ഗുണം കൂടിയുണ്ട്. ഈ ഡേറ്റ അനലിറ്റിക് പഠിച്ച് പുറത്തു പോകുന്ന ഒരു ലൊജിസ്റ്റീഷ്യന് സ്വന്തമായിട്ട് ഒരു ഓർഗനൈസേഷൻ കൂടെ നടത്താം. അവനൊരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. MNC കമ്പനി ചെന്ന് പറയാം, ഇത് നോക്കൂ, നിങ്ങളുടെ ഡേറ്റ എനിക്ക് പ്രൊവൈഡ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബിസിനസിനെ കുറിച്ചുള്ള ഒരു അനലിറ്റിക് സ്റ്റഡീസ് ചെയ്തു തരാം. സ്വന്തമായിട്ട് കൺസൾട്ടൻസി വരെ വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പുതിയ ലോജിസ്റ്റീഷ്യൻ ഉണ്ടാവുക. അപ്പോൾ സാർ ഇപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സാറ് പറഞ്ഞു. പക്ഷേ ഇനി അടുത്ത നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ ഒരു കരിയർ കൺസൾട്ടിങ് ലെവലിൽ പല കുട്ടികളും വന്ന് സംസാരിക്കുന്ന കാര്യമാണ് മോർ ദാൻ സ്കിൽസ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻസിനാണ്. കാര്യം ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽ കാണിച്ചിട്ട് സാർ ഇതാണോ ബെസ്റ്റ് എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ സർട്ടിഫിക്കേഷൻ ആണോ ഈ സർട്ടിഫിക്കേഷൻ ആണെന്നുള്ള. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ ആണോ, UK സർട്ടിഫിക്കേഷൻ ആണോ, US സർട്ടിഫിക്കേഷൻ ആണോ, ഏതാ ബെസ്റ്റ് എന്നുള്ളതിന് പലപ്പോഴും നമ്മൾക്കൊരു ഉത്തരവുണ്ട് സ്കിൽസ് ആണെന്ന്. പക്ഷെ കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല. സാർ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണലാണ്. അപ്പോൾ സാറിന് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിലൊരു മിസ് ഇന്റർപ്രിട്ടേഷൻ നടന്നിട്ടുണ്ട് മാർക്കറ്റിനകത്ത്. കുട്ടികൾക്ക് വളരെയധികം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും, സ്കിൽസിന് പ്രാധാന്യമില്ല. അത് ഞാൻ എടുത്തു പറയണമെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് കുട്ടികളുടെ ഒരു തെറ്റായ ഒരു ധാരണയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കമ്പനിക്കകത്ത് സ്കിൽസിന് പ്രാധാന്യമാണ് നൽകുക. ഞാൻ എൻ്റെ അടുത്ത് ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ ഐ എം എ പ്രൊഫഷണൽ എംപ്ലോയി, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നാണ് എൻ്റെ അർത്ഥം. ഇതില് സർട്ടിഫിക്കേഷൻ ആണോ പ്രാധാന്യം, സ്കിൽസിനാണോ പ്രാധാന്യം? ഇതിപ്പോ ഞാൻ ഒത്തിരി കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിക്കകത്ത് റിക്രൂട്ട്മെന്റ് പാനലിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അവിടെ വരുന്നൊരു കൺഫ്യൂഷനാണ്. നല്ലൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്ന് കുട്ടി ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാം. കുട്ടിക്ക് സ്കിൽസ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് കുട്ടിക്ക് ആൻസർ പറയാതെ വരുന്ന ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എടുക്കുന്ന ഘട്ടത്തിൽ അവൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാഖ്യാനം തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കമ്പനി എന്ന നിലയ്ക്ക് അവർ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സ്കിൽസിനാണ് പ്രാധാന്യം. സ്കിൽസിനോട് കൂടി സർട്ടിഫിക്കറ്റിന് അവൈലബിലിറ്റി വേണം. അതിനൊരു എന്താ പറയാ, ഒരു നല്ല ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു സ്കിൽസ് പേഴ്സൺ ആണ് മുൻഗണന എന്ന് പറയുന്നത്. സെലക്ഷൻ ക്രൈറ്റീരിയയിൽ കമ്പനികൾ നോക്കുന്നത്
സ്കിൽസിനാണ് പ്രാധാന്യം, ഓക്കെ മുൻഗണന അതിന് തന്നെയാണ്. അതിനുശേഷമാണ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നല്ല. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക്, ഞാനിപ്പോ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മുടെ CV-ക്ക് ഒരു മുൻഗണനയൊക്കെ നൽകും. സെലക്ഷൻ ക്രൈറ്റീരിയയിൽ സർട്ടിഫിക്കറ്റിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓക്കെ ഇന്ന സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണ്, ഇവനൊരു ചോയ്സ് കൊടുക്കൂ എന്ന് പറയും. അപ്പം അതിനൊരു സെലക്ഷൻ പാറ്റേണിൽ ഒരു മുൻഗണന ലഭിക്കുന്നതാണ്. പക്ഷെ കമ്പനിയുടെ പെർസ്പെക്റ്റീവില് നമ്മൾ എടുത്തു നോക്കുമ്പം ആ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് നിർബന്ധപൂർവം സ്കിൽസിനാണ് പ്രാധാന്യം. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കുട്ടികൾ വീണ്ടും എടുത്തു പറയുന്നത് സർട്ടിഫിക്കേഷൻസ് ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആവുന്നതിനേക്കാളും കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സ്കിൽസ് എടുക്കുക. കാര്യം ഒരു ജോലിക്ക് ഒരു പാരൽ നോക്കുന്നത് എന്തായാലും സ്കിൽസ് തന്നെയാണ്. അതിൽ സർട്ടിഫിക്കേഷൻ ഒരു സർട്ടൻ വെയിറ്റേജ് ആയാലും മോർ ദാൻ സെലക്ഷൻ ക്രൈറ്റീരിയ സ്കിൽസ് തന്നെയാണ്. ഓക്കെ. പിന്നെ സർ വേറൊരു കാര്യവും കൂടി എനിക്കൊരു ക്ലാരിറ്റി വേണ്ടത്, ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇപ്പോൾ സാറ് പറഞ്ഞു എഫക്റ്റീവ് ട്രെയിനേഴ്സ് ഇല്ല, അല്ലെങ്കിൽ എഫക്റ്റീവ് ട്രെയിനിങ് സെന്റേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രീനെ മാർക്കറ്റിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല പാരൻസും പല കുട്ടികളുടെയും ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൗൺ വർക്കാണ്, ഡെലിവറി ജോബാണ്, അല്ലെങ്കിൽ മറ്റേ ലോഡിങ് ആൻഡ് അൺലോഡിങ് ജോബാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. ആക്ച്വലി സാർ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എന്താണെന്നറിയോ, അത് ഒരു വിദ്യാർത്ഥി വന്ന് ലോജിസ്റ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ കുറിച്ചോ കൃത്യമായിട്ടൊരു വീക്ഷണമില്ലാത്തത് കൊണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കറിയാം ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റ്സിലും ഒക്കെ സപ്ലൈ ചെയിൻ ഇല്ലാത്ത ഒരു ആക്ടിവിറ്റിയെ കാണാൻ സാധ്യമല്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു ദുർഘടം പിടിച്ചൊരു രീതി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലായ്മ. നിങ്ങളിപ്പോ പറഞ്ഞ മാതിരി ഗോഡൗൺ, വെയർഹൗസിന്റെ ജോലി, ലോഡിങ് അൺലോഡിങ്, ഡെലിവറി ചെയ്യുക, ഇത് മാത്രമേ ലോജിസ്റ്റിക്സിൽ ഉള്ളൂ എന്നാണ് ഒരു ധാരണ. അത് തെറ്റായ ധാരണ. അങ്ങനെയല്ല. ഇതിനകത്ത് എന്തെല്ലാം പ്രധാനപ്പെട്ട വൈറ്റ് കോളർ ജോബ് ഉണ്ടെന്ന് നമുക്കറിയില്ല. കുട്ടിയെ കൃത്യമായി ഉപബോധിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ കൃത്യമായിട്ടുള്ള വിവരണം നൽകാൻ സാധിച്ചാൽ അവനത് മനസ്സിലാവും. അല്ലെങ്കിൽ നോക്കൂ, നമ്മളിപ്പോ എൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് അവന്റെ പാരന്റ്സിനെ കൂടെ കൊണ്ടുവരാൻ പറയും. അപ്പൊ നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അതിൽ വ്യക്തമായി വ്യാഖ്യാനിക്കണം. ഇതിന് എന്താണ് പ്രൊക്യൂർമെന്റ്, ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ചില കുട്ടികൾക്ക് അറിയ പോലും ഇല്ല. സപ്ലയേഴ്സിൽ നിന്നും ബിസിനസ്സിനായി വാങ്ങുന്ന സാധനം അതെന്റെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഈ പ്രൊക്യൂർമെന്റ്. എന്ത് നല്ല പ്രൊഫഷണൽ ജോബാണെന്നറിയോ, പക്ക വൈറ്റ് കോളർ ജോബാ, നല്ല ഓപ്പർച്യൂണിറ്റി. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒത്തിരി വാല്യൂ ഉള്ള ജോബ്സ് ആണ് ഇതിനകത്ത്. അതുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിനകത്ത് എന്താ, സാധനം പിക്ക് ചെയ്യുക, പാക്ക് ചെയ്യുക, ലോഡ് ചെയ്യുക, ഇത് മാത്രം എന്നാണ്. ശരിക്കും അതിന് വെയർഹൗസിനകത്ത് രണ്ട് ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇൻബൗണ്ടും, രണ്ടാമത്തത് ഔട്ട് ബൗണ്ട് പ്രൊസീജിയേഴ്സും. മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രത്യേകിച്ച് ഇൻബൗണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. എന്ത് വാല്യുബിൾ പോസ്റ്റ് ആണെന്നറിയാം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ്സിനായി കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ കൃത്യമായിട്ടും വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിശകലനം ചെയ്യുന്നതാ, വെരിഫിക്കേഷൻ ചെയ്യുന്നതാ. ഭയങ്കര പ്രോസസ്സാണ്. അതിന് ഇൻബൗണ്ട് അറിയുന്ന വ്യക്തി മാർക്കറ്റിനകത്ത് നല്ല പാക്കേജോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നോളജ് ഇല്ലായ്മ, പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു എന്താ പറയാ ഒരു വിവരണം നൽകാൻ സാധിക്കാത്തത്. കുട്ടി അബദ്ധത്തിൽ എറണാകുളം പോലുള്ള ജില്ലയിലൊക്കെ കയറി വന്നാൽ ഒത്തിരി ലോജിസ്റ്റേഷൻ സെന്റേഴ്സ്, അവിടെ കയറി ചെന്നാൽ ഈ വ്യാഖ്യാനം തെറ്റിച്ച് കുട്ടിക്ക് ഏതിൽ പോയി ചേരണം, ഇത് പഠിക്കണോ വേണ്ടയോ, ലിറ്ററലി കൺഫ്യൂഷൻ. അതില്ലാതിരിക്കാനാണ് നല്ലൊരു പ്രൊഫഷണലിന്റെ കീഴിൽ ഇതറിയുന്ന കരിക്കുലം ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസോടുകൂടി പ്രാക്ടിക്കലും തിയറിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവൻ കയറി ചെല്ലണം. എന്നാൽ അവന് നല്ല പ്രൊഫഷണലായിട്ട് ടെക്നീഷ്യൻ അറിയുന്ന ഒരു ലൊജിസ്റ്റീഷ്യനായിട്ട് മാറാൻ സാധിക്കും. ഇത് തെറ്റായിട്ടാണ് എല്ലാവരുടെയും വിവരിച്ചു കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ വേറെയും ഒന്ന് പറയാം, പോരായ്മയാണ്, പ്രൊഫഷണൽസിന്റെ പോരായ്മയാണ്. ഒരു ബുക്ക് നോക്കി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ തമ്മിൽ
ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ. ഇൻഡസ്ട്രിയെ കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ഒരു ട്രെയിനർക്ക് അത് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണോ അത് കരിക്കുലമാക്കി തയ്യാറാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കായിരിക്കണം ഈ കുട്ടി കയറി പോകേണ്ടത്. ഓക്കെ. എന്നാൽ അവന് ഇതും ടെക്നിക്കലും പഠിക്കാം, തിയറിയും പഠിക്കാം. പുറത്തിറങ്ങുമ്പം അവൻ പ്രൊഫഷണലായിട്ട് മാറും. ഈ ഒരു പോരായ്മ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ ഈ വ്യാഖ്യാനിച്ചത്. ഓക്കെ. പിന്നെ സാർ, ഈ മേഖലയിലേക്ക് നമ്മുടെ കൂടുതലും പെൺകുട്ടികൾക്ക് അല്ലാതെ ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ചാൻസസ് ഉള്ള ഒരു മേഖലയാണോ ആക്ച്വലി? കറക്റ്റാണ്. ഇതിനകത്ത് പെൺകുട്ടി, ഞാൻ പറയില്ല, പ്രൊക്യൂർമെന്റ്, പർച്ചേസിംഗ് അസിസ്റ്റന്റ്, പർച്ചേസിംഗ് കോർഡിനേറ്റർ, ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. കുട്ടികൾ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു ഇൻബോൺ ടീം ലീഡേഴ്സ്, ഔട്ട്ബോൺ ടീം ലീഡേഴ്സ്, ഒരു കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്സ്. ഇപ്പൊ പ്രൊക്യൂർമെന്റും വെയർഹൗസും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഒത്തിരി. അവിടെ പെൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രൊക്യൂർമെന്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ട്രാൻസ്പോർട്ടിൽ ഈവൻ പ്ലാനേഴ്സ് വരെ പെൺകുട്ടികളാണ്. റൂട്ട് കാര്യങ്ങൾ, ഡ്രൈവറെ ഫിക്സ് ചെയ്യുന്നത്, കോർഡിനേഷൻ ചെയ്യുന്നത് എല്ലാം ഇപ്പൊ പെൺകുട്ടികളാണ്. വലിയ രാജ്യങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒത്തിരി പെൺകുട്ടികളാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ പ്രൊഫഷണൽ അറിയുന്നതിൽ ആണ് പെണ്ണ് എന്നില്ല. അവർക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ജോലികൾ ഒത്തിരി ഇതിനകത്തുണ്ട്. അതിനകത്തേക്ക് പെൺകുട്ടികൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാം. അവർക്കൊക്കെ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഭാസ്കർ സാറിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല, കുറേയധികം വിശേഷങ്ങൾ ഇനി ചോദിച്ചറിയാനുണ്ട്. സോ അടുത്തൊരു സെഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.